ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നടത്തുന്ന അനധികൃത സിമന്റ് ഗോഡൌണിനെതിരെ പ്രതിഷേധവുമായി സമീപവാസികൾ രംഗത്ത്. കടുത്തുരുത്തി ശ്രീകൃഷ്ണവിലാസം മാർക്കറ്റ് ജംഗ്ഷന് സമീപം പുറമൺ റോഡിലാണ് സംഭവം. നൂറുകണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് സമീപവാസികളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രവർത്തനം ആരംഭിച്ച ഈ ഗോഡൌൺ നിയമങ്ങൾ കാറ്റിൽ പറത്തി സിമന്റ് ഗോഡൌണാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. സമീപവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗോഡൌണുകളുടെ ദൂരപരിധി ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനാൽ സിമന്റ് ഗോഡൌണിന് അനുമതി നൽകരുതെന്നും ആവശ്യപ്പെട്ട് സമീപവാസികൾ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതി നിലനിൽക്കെ തന്നെ വീണ്ടും ഇവിടെ സിമന്റ് ഇറക്കുവാൻ കെട്ടിടമുടമ ശ്രമം നടത്തിയത് നാട്ടുകാർ തടയുകയും ചെയ്തിരുന്നു. അടിയിലേക്ക് വേണ്ടതാണ്. ഇതു സംബന്ധിച്ച് നാട്ടുകാരുടെ വാക്കുകളിലേക്ക് പറഞ്ഞു. ഇവിടെ അനധികൃതമായി ഈ സിമന്റ് ഗോഡൌൺ പ്രവർത്തിക്കുകയും ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം മുതൽ തന്നെ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള നിയമവ്യവസ്ഥകളും പാലിക്കാതെ ഈ സമീപവാസികളായ ഞങ്ങൾക്ക് ഇത് സിമന്റ് ഇവിടെ കൊണ്ടുവയ്ക്കുകയും ഇവിടെ നിന്ന് കച്ചവടം ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള പൊടി ശല്യം ഉണ്ടാവുകയും അതിന് പല പ്രാവശ്യം ഞങ്ങൾ ഈ ഗോഡൌണിൻ്റെ നടത്തിപ്പുകാരനോട് പരാതി പറയുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ വീണ്ടും ഇതിവിടെ സിമന്റ് കൊണ്ടിറക്കുകയും ഇന്നിവിടെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ തടയുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ഞങ്ങൾ പരാതി കൊടുക്കുകയും പഞ്ചായത്തിൽ നിന്ന് ഈ വ്യക്തിയോട് ഇവിടെ ഗോഡൌൺ പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതുമാണ്. ഇന്ന് ഏതാണ്ട് 2:30 ഒരു ലോറി സിമന്റ് ഇവിടെ എത്തിക്കുകയുണ്ടായി. ആ ഡ്രൈവറോട് ഇതിവിടെ ഇറക്കാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും അദ്ദേഹം ധിക്കാരന്മാരെ ഇറക്കിയിട്ടേ പോവുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി. എന്നാൽ ആ സമയം ഞങ്ങളിവിടെ എല്ലാവരും സംഘടിച്ച് ഈ മുതലാളിയോട് വിളിച്ചു പറഞ്ഞിട്ട് ഇത് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഏതായാലും കുറച്ചു നേരത്തെ ഒരു സംസാരത്തിന് ശേഷം അവർ വണ്ടി തിരികെ കൊണ്ടുപോയി. ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്കിത് തടയാൻ സാധിച്ചത്. നാളെ ആരും ഉണ്ടാകാത്ത ഒരു സന്ദർഭത്തിൽ അവർ വന്ന് വീണ്ടും ഇറക്കിക്കൂടായില്ല. അതിന് വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ.